യേശുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കുരിശുമരണത്തിനു മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യ-അത്താഴം കഴിച്ചതിന്റെയും ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചത്. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം. ഇതോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. അന്ത്യ-അത്താഴവേളയിൽ തന്നോടൊപ്പമുണ്ടായിരുന്ന 12 ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകി ക്രിസ്തുദേവൻ വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിന്റെ പ്രതീകമാണ് ഈ ശുശ്രൂഷ. കൂടാതെ രാത്രിയിൽ വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് പെസഹ അപ്പം വിതരണം ചെയ്യുക. ദേവാലയങ്ങളിൽ രാവിലെ കുർബാനയോടെ തുടങ്ങിയ ആരാധന വൈകുന്നേരം വരെ നീണ്ടുനിന്നു. പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെയാണ് ഈസ്റ്റർ ത്രിദിനാഘോഷങ്ങൾക്കും തുടക്കമാകുന്നത്. യേശുദേവന്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈസ്റ്റർ ത്രിദിനങ്ങളായ ദുഃഖവെള്ളി, വലിയ ശനി, ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.